ഹലോ ട്രേഡേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് മാർച്ച് 27. അപ്പോൾ നമുക്കറിയാം ഇന്ന് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി എന്നീ ഇൻഡെക്സുകളുടെ എല്ലാം മന്ത്ലി എക്സ്പയറി ഡേയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ബയേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കെയർഫുൾ ആയിരിക്കേണ്ട ഡേയും കൂടിയാണ്. അപ്പം നമുക്കറിയാം മാർക്കറ്റ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള റാലിക്ക് ശേഷം മാർക്കറ്റ് ഒരു പോസ് എടുത്തു, അതായത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ആ സ്റ്റോപ്പ് ചെയ്ത ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫെബ് 5-ാം തീയതിയത്തെ ഹൈയിൽ, അതായത് കൃത്യം ഇവിടെ വന്നപ്പോഴത്തേനും മാർക്കറ്റ് ആ സെയിം ലെവൽ വന്നപ്പോഴത്തേനും മാർക്കറ്റ് ഇവിടെ പോസ് ചെയ്തു. ഇവിടെ കാണാൻ പറ്റുമത്. അതിനുശേഷം 2 ദിവസം അടുപ്പിച്ച് റെഡ് ക്യാൻഡൽ ഫോം ചെയ്തിരിക്കുകയാണ് ഡെയിലി ടൈം ഫ്രെയിമിൽ. അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതായത് ബാങ്ക് നിഫ്റ്റി ശരിക്കും പറഞ്ഞാൽ ഫെബ് 5-ന്റെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് അതിന് ഒത്തിരി മുകളിലാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഇപ്പം നിഫ്റ്റി ഫെബ് 5-ന്റെ ഈ ലെവൽ വന്നപ്പോഴത്തേനും ബാങ്ക് നിഫ്റ്റിയും അവിടെ പോസായി. അതുകൂടാതെ ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഉണ്ടായിരുന്നു. അതായത് 2024 ഡിസംബർ 30 മൺഡേയിലെ ഫോളോ ചെയ്ത ലെവല്. അപ്പം അവിടെ വന്നപ്പോഴത്തേനും ബാങ്ക് നിഫ്റ്റിയും അവിടെ പോസായി. ഇനിയും നമുക്ക് അറിയാനുള്ളത്, അപ്പോൾ അതായത് ബാങ്ക് നിഫ്റ്റി നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡബ്ല്യു കൈൻഡ് ഓഫ് പാറ്റേൺ ഫോം ചെയ്തിട്ടുമുണ്ട്. അതായത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു ഡബ്ല്യു കൈൻഡ് ഓഫ് പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്കറിയേണ്ടത് ഇപ്പം നിഫ്റ്റി ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ എത്തി നിൽക്കുന്നു. ബാങ്ക് നിഫ്റ്റി അതിന്റെ ഈ സെയിം ഡേയിലെ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, അതായത് നിഫ്റ്റി ഇപ്പം നമ്മളിപ്പം ഇപ്പം താഴോട്ട് പോരുവാണെങ്കിൽ എവിടം വരെ വരുമെന്നുള്ളതാണ് നമുക്കിനിയിപ്പം അറിയേണ്ടത്. അതായത് നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു അപ്പ് മൂവ്മെന്റിന്റെ ഫിബൊനാച്ചി ലെവൽ റീട്രേസ്മെന്റ് ലെവൽ നമുക്കൊന്ന് വരച്ചു നോക്കാം. അതായത് ഈ ഒരു അപ്പ് മൂവ്മെന്റിന്റെ ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ലെവൽ 50% ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അതായത് 23,069. അപ്പം ഏകദേശം ഈ ലെവല് ആണ് ഈ ഒരു റൈസിന്റെ 50% റീട്രേസ്മെന്റ് ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് കൂടാതെ നമുക്ക് വേറൊരു സപ്പോർട്ട് ലെവലും കൂടെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മളിപ്പം മുമ്പേ പറഞ്ഞ ഈ ഒരു ലെവൽ, അതായത് ഫെബ് 5-ന്റെ റെസിസ്റ്റൻസ് ലെവൽ ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയായിരുന്നു. അപ്പം ഇനിയും ബാങ്ക് നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ എപ്പോഴാണ് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലെവലിൽ വരുന്നത്, അതായത് ഈ ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു റെസിസ്റ്റൻസ് ടേൺ ലെവൽ സപ്പോർട്ട് ആകുന്ന സമയം എപ്പോഴാണ് വരുന്നത്, ആ ലെവലിലായിരിക്കണം ചിലപ്പം ചിലപ്പോൾ നിഫ്റ്റിക്കും സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉള്ളത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കണം. അതായത് ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഈ ഒരു ഫെബ് 5-ന്റെ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് മേലോട്ട് പോയി. അതേസമയം നിഫ്റ്റി ഫെബ് 5-ന്റെ റെസിസ്റ്റൻസ് ലെവലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം അത് അവിടെ നിന്ന് നിഫ്റ്റി താഴോട്ട് പോവുകയാണെങ്കിൽ നിഫ്റ്റിയെ പിടിച്ചു നിർത്താനെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റി ആയിരിക്കും. ആ ബാങ്ക് നിഫ്റ്റി ഈ പറയുന്ന 50,590 എന്ന് പറഞ്ഞ ലെവലിൽ വരുമ്പോഴത്തേനാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ടേൺ സപ്പോർട്ടായിട്ട് ഈ ലെവൽ ആക്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇൻ കേസ് നിഫ്റ്റി വീണ്ടും ഇപ്പൊ താഴോട്ട് പോരുവാണെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ ഈ 50,590 അല്ലെങ്കിൽ 50,600 എന്ന് പറഞ്ഞ ഈ ഒരു ലെവൽ നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്യണം. നിഫ്റ്റി മാത്രം നോക്കരുത്. കാരണം ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ബാങ്ക് നിഫ്റ്റി ഏത് സമയത്താണോ ഈ ലെവൽ വരുമ്പോൾ ഈ ലെവൽ എത്തുന്നത്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഡൗൺവേർഡ് മൂവ്മെന്റും സ്റ്റോപ്പായി നിഫ്റ്റിയും ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയാണ് നമുക്ക് ഇപ്പൊ ചാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മൾ ഇതിപ്പം നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടാണ്. അപ്പൊ നിഫ്റ്റിയുടെ 1 അവർ ചാർട്ടിൽ നമ്മൾ നോക്കിയാൽ, നമ്മൾ നിഫ്റ്റിയുടെ 1 അവർ ചാർട്ടിൽ ഇന്നലത്തെ നിഫ്റ്റിയുടെ 1 അവർ ചാർട്ടിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നിഫ്റ്റിയുടെ ഇന്നലത്തെ നമ്മൾ 1 അവർ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ
മാർച്ച് 26 മാർക്കറ്റ് ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്തെങ്കിലും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അതായത് 1, 2, 3, 4, 5, 6, 7 റെഡ് ക്യാൻഡിലാണ് ഹവർലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് 1 മണിക്കൂറിൽ പോലും നിഫ്റ്റിയിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടേ ഇല്ലെന്നുള്ളതാണ് ഇന്നലത്തെ നമ്മുടെ പ്രൈസ് ആക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അതായത് ഇന്നലത്തെ ചാർട്ടിൽ നിന്നും നിഫ്റ്റിയുടെ 1 അവർ ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ക്ലിയർ ആയിട്ട് നിഫ്റ്റി ഇന്നലെ ഒരു ലോവർ ഹൈ പാറ്റേണിൽ, അതായത് 1 മണിക്കൂറിൽ പോലും നിഫ്റ്റി ഒന്നും ഒരു അപ് ട്രെൻഡിലോട്ട് വന്നിട്ടേ ഇല്ല ഇന്നലത്തെ ദിവസം. അപ്പം അതുകൊണ്ട് നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ബീറിഷ് ക്ലോസിംഗ് ആണ് നിഫ്റ്റിയുടെ. അതായത് ഇന്നലത്തേത് ഒരു പക്ക ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു ഓപ്പൺ ചെയ്തപ്പോൾ തൊട്ട് തന്നെ നിഫ്റ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ നിന്നും. അതുകൂടാതെ വേറൊരു കാര്യമുണ്ട്, അതായത് നിഫ്റ്റി ഇൻ കേസ് ഈ ലോ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ, അതായത് ഇന്നലത്തെ ഈ ഒരു സെക്കൻഡ് ലാസ്റ്റ് 1 അവർ ക്യാൻഡലിന്റെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അപ്പം ആ ലോ മാർക്ക് ചെയ്യാം. ഇൻ കേസ് നിഫ്റ്റി ഈ പറയുന്ന ലെവലിന് താഴെയാണ് നിഫ്റ്റി എന്ന് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഒരു ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നിഫ്റ്റിക്ക് കൂടുതൽ പോസിബിലിറ്റി, അതായത് ഇവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഗ്യാപ്പ് ബോർഡർ ആദ്യം സപ്പോർട്ട് ആയിരിക്കും. ഇൻ കേസ് ഈ ഗ്യാപ്പ് ബോർഡറും ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഗ്യാപ്പ് ഫില്ലിംഗ് ഇന്ന് ഭയങ്കര സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ മാർക്കറ്റ് ഓപ്പണിങ്ങിൽ നിഫ്റ്റി ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മോർണിംഗിൽ വാച്ച് ചെയ്യേണ്ട ഒരു കാര്യം. അതായത് ഈ നിഫ്റ്റി ഇന്ന് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഈ ഒരു ലെവലിൽ സസ്റ്റെയിൻ ചെയ്തിട്ട് വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി നിഫ്റ്റി 23,432 എന്ന് പറഞ്ഞ ഈ ഒരു ഗ്യാപ്പ് ബോർഡറും സപ്പോർട്ട് എടുത്തില്ല എങ്കിൽ നിഫ്റ്റി ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതായത് ഈ ഗ്യാപ്പ് ബോർഡറിന്റെ ലെവൽ എന്ന് പറയുന്നത് 23,350. അപ്പം ഈ ലെവൽ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇൻ കേസ് നിഫ്റ്റി ഇന്ന് ഗ്യാപ്പ് ഡൗൺ ആയിട്ടോ അല്ലെങ്കിൽ ഇന്നലത്തെ ലെവലിന് ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് താഴോട്ട് പോരുവാണെങ്കിൽ മിക്കവാറും ഈ ഗ്യാപ്പുകൾ ബോർഡറുകൾ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഗ്യാപ്പ് ബോർഡറുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൂടാതെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ 1 അവർ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് 1 അവർ ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ. അതായത് ഒരു റേഞ്ചിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ അവസാനത്തെ 3 മണിക്കൂറിൽ ബാങ്ക് നിഫ്റ്റിയുടെ ക്യാൻഡിലുകൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ഇതും ഭയങ്കര ക്രിട്ടിക്കലാണ്. അപ്പം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, അത് ഇൻട്രാഡേയിൽ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് അവസാനത്തെ ഒരു അരമണിക്കൂറിൽ 1 മണിക്കൂറിൽ ഒരു റേഞ്ച് ഫോം ചെയ്യുകയും തൊട്ടടുത്ത ദിവസം ആ റേഞ്ചിന് മുകളിലോ അല്ലെങ്കിൽ താഴെയോ ആ ഇൻഡെക്സ് ട്രേഡ് ചെയ്യുവാണെങ്കിൽ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസോട്ടോ ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു റേഞ്ചിന്റെ ഹൈയും ഈ റേഞ്ചിന്റെ ലോയും ഇന്ന് ഭയങ്കര ക്രിട്ടിക്കലാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. അപ്പം ഇൻ കേസ് ഇപ്പൊ ഞാനിപ്പോ ഈ ലെവലോട് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പം ഈ റേഞ്ചിന്റെ ലോ എന്ന് പറയുന്നത് 51,086, ഈ റേഞ്ചിന്റെ ഹൈ എന്ന് പറയുന്നത് 51,288 ആണ്. അപ്പം ഇൻ കേസ് ബാങ്ക് നിഫ്റ്റി ഈ ലെവലിന് മുകളിലാണെങ്കിൽ ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഈ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇൻ കേസ് ഇതിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് ഈ റേഞ്ച് ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ ഈ ബാങ്ക് നിഫ്റ്റിയിലെ ഈ ഒരു വീക്ക്നെസ് നിഫ്റ്റിയിലും ഇന്ന് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ലെവൽ ഇന്ന് നിങ്ങളുടെ ചാർട്ടിൽ മാർക്ക് ചെയ്യുകയും അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുകയും ചെയ്യണം. അപ്പം ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ അപ്പം ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വീക്ക്നെസ് കാരണം നിഫ്റ്റിയും, അതായത് ബാങ്ക് നിഫ്റ്റിക്കും ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 50,567 ആയിരിക്കും. അതായത് ഈ ഒരു ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഗ്യാപ്പ് ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലെവലുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പം ഇന്നലത്തെ പോലെ ഒരു പ്രൈസ് ആക്ഷൻ ആണെന്ന് ഓപ്പണിംഗിൽ, അതായത്
ഒരു ലോവർ ഹൈ പാറ്റേൺ ആണ് ഇന്ന് മോർണിംഗ് തൊട്ട് ഫോം ചെയ്യുന്നതെങ്കിൽ, അതായത് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ ഇന്നലത്തെ പോലെ തന്നെ മാർക്കറ്റിൽ ഒരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആ ഡേ ഹൈയിൽ സെയിം ലെവൽ റിജക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് താഴോട്ട് പോകാനുള്ള പോസിബിലിറ്റി എപ്പോഴും കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓപ്പണിംഗിൽ ഈ പറഞ്ഞ പോലെ സെയിം ലെവൽ റിജക്ഷൻ ഫോം ചെയ്തിട്ട്, അതായത് ഇന്നലത്തെ ഒരു പാറ്റേൺ, അതായത് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം വീണ്ടും ആ ഹൈയിൽ തന്നെ സെയിം ലെവലിൽ വന്നപ്പോഴത്തേനും പ്രൊജക്ഷൻ വന്നിട്ട് വീണ്ടും താഴോട്ട് പോവുകയാണെങ്കിൽ അതിനർത്ഥം വീക്ക്നെസ് ഉണ്ടെന്നാണ് ഇതിനർത്ഥം. അപ്പം ഈ ഒരു പ്രൈസ് ആക്ഷൻ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് സെയിം ലെവൽ റിജക്ഷൻ അല്ലെങ്കിൽ ഡബിൾ ടോപ്പ് പാറ്റേൺ. അപ്പം ഓപ്പണിംഗിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ആ ഹൈയിൽ വരുമ്പോഴത്തേനും പ്രൊജക്ഷൻ വന്നിട്ട് ആ പാറ്റേണിൽ തന്നെ ഇന്നും പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ ഒരു ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇന്ന് വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അതായത് ബാങ്ക് നിഫ്റ്റിയുടെ അവസാനത്തെ 2 അവറിലെ റേഞ്ചിന്റെ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഈ റേഞ്ചിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ലെവല് സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടഡ് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി നിങ്ങൾ ഓപ്പണിംഗിൽ നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ലെവലാണ്, ഈ ഒരു റേഞ്ച് ആണ്. അവസാനത്തെ ഒരു 2 മണിക്കൂറിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റേഞ്ച് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പം ഇതാണ് ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഓപ്പണിംഗിലും നമുക്ക് നോക്കേണ്ട ശ്രദ്ധിക്കേണ്ട ലെവലുകൾ. ഇൻ കേസ് ബാങ്ക് ഇപ്പൊ നിഫ്റ്റി ഇപ്പം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് മിക്കവാറും ഇതായിരിക്കും. ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് നിഫ്റ്റിക്ക്. ഈ ലെവലും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതായത് ഈ ലെവൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. 23,254. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന ഇന്ന് രാവിലെ നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ്ങിനോടെ ഫ്ലാറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഇവിടെ സസ്റ്റെയിൻ ചെയ്തിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതിനുശേഷം ഈ ഗ്യാപ്പ് ഫില്ലിങ്ങിന് ശേഷം വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ലെവലായിരിക്കും. അപ്പം ഈ ലെവലുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അപ്പം മുകളിലോട്ട് നിങ്ങൾ അതായത് ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കെയർഫുൾ ആയിരിക്കണം. കാരണം വെച്ചാൽ കോൾ ഓപ്ഷനിൽ നമുക്ക് മുകളിലോട്ട് ഇന്നലത്തെ ഒരു ലോവർ ഹൈ പാറ്റേൺ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് അതായത് ഇപ്പോൾ ലോവർ ഹൈ പാറ്റേൺ ഉണ്ട് ഇന്നലത്തെ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ലോവർ ഹൈ പാറ്റേൺ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ നമുക്ക് വേണം. അതായത് അപ്പം ഈ ഒരു ലെവൽ, അതായത് ഈ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു കോൾ ഓപ്ഷനിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ലെവൽ ഉണ്ടായിരിക്കണം. അതായത് ഞാൻ ജസ്റ്റ് ഈ ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. 23,562 എന്ന് പറഞ്ഞ ഈ ലെവല്. അപ്പം ഈ ലെവലിന് മുകളിൽ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഈ 23,562 എന്ന് പറഞ്ഞ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ നിഫ്റ്റിക്ക് ഇന്നൊരു അപ്സൈഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിഫ്റ്റി ഈ ഒരു 23,562 മുകളിൽ പോകത്തിടത്തോളം സമയം നിങ്ങൾ യാതൊരു കാരണവശാലും അഗ്രസീവായിട്ടൊരു കോൾ സൈഡിലൂടെ നിങ്ങൾ എൻട്രി പ്ലാൻ ചെയ്യരുത്. കാരണം ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ലോവർ ഹൈ പാറ്റേണിന്റെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആവത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ലെവല് മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യാതെ നിങ്ങൾ യാതൊരു കാരണവശാലും നിങ്ങൾ ഒരു കോൾ സൈഡിലോട്ട് നിങ്ങൾ അഗ്രസീവായിട്ട് പോകരുത്. കാരണം ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് 2 സൈഡിലോട്ടും ട്രാപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും കൂടുതലുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ ഇൻഡെക്സുകളിലെ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.